ഓം അമൃതേശ്വരി നമഃ. നിരന്തരമായ രാമമന്ത്രജപത്തിലൂടെ രത്നാകരൻ എന്ന കൊള്ളക്കാരൻ വാൽമീകി മഹർഷിയായി മാറുന്നു. വാൽമീകം എന്നാൽ ചിതൽപുറ്റ്. വാൽമീകത്തിൽ നിന്നും അഥവാ ചിതൽപുറ്റിൽ നിന്നും ജനിച്ച ആൾ വാൽമീകി. ശരീരമാകുന്ന ചിതൽപുറ്റിൽ കുടുങ്ങി കഴിയുന്ന വാൽമീകിമാരാണ് നമ്മൾ ഓരോരുത്തരും. ചിതൽപുറ്റെന്ന് പറയുന്നത് ഈ ശരീരത്തെയാണ്. നാശമുള്ള ഈ ശരീരത്തിൽ ഒരിക്കലും നശിക്കാത്ത ശക്തി കുടികൊള്ളുന്നു. ഈ ശരീരത്തിൻ്റെ തടവറയിലാണ് നാം. ഏത് നിമിഷവും തകർന്നടിയുന്ന ചിതൽപുറ്റുകളാണ് ഈ ശരീരങ്ങൾ. ശരീരമാകുന്ന ഈ ചിതൽപുറ്റിനുള്ളിൽ സകല ശക്തിയും സദ്ഗുണങ്ങളും നിറഞ്ഞ മഹാശക്തി കുടികൊള്ളുന്നു. നമ്മുടെ ദിവ്യഗുണങ്ങൾ മുഴുവനും ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു. ശരീരത്തിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ നമ്മെ സഹായിക്കുന്നത് അമ്മയെപ്പോലുള്ള ഗുരുക്കന്മാരാണ്. കാട്ടാളനെ മഹാമുനിയാക്കി മാറ്റുന്ന അത്ഭുതം, കാട്ടാളനെ മഹാകവി ആക്കി മാറ്റുന്ന അത്ഭുതം, അതാണ് വാൽമീകിക്ക് സംഭവിച്ചത്. ഒരിക്കൽ കാട്ടാളനായിരുന്ന വാൽമീകിയിൽ നിന്നും ഒഴുകിയ കാരുണ്യത്തിൻ്റെ ശ്ലോകമാണ് രാമായണ രചനയ്ക്ക് കാരണമായത്. വാൽമീകി മഹർഷി ഒരു ദിവസം തമസാ നദിയുടെ തീരത്തുകൂടി നടന്നു വരുമ്പോൾ അടുത്തു നിന്ന വൃക്ഷത്തിൻ്റെ ശാഖകളിലൂടെ പറന്നു കളിക്കുന്ന ക്രൗഞ്ചമിഥുനങ്ങളെ കാണാനിടയായി. ആ ഇണപ്പക്ഷികളുടെ സ്നേഹപ്രകടനം കണ്ട് അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. അപ്പോൾ ഒരു വേടൻ്റെ കൂരമ്പേറ്റ് അതിലൊന്ന് താഴെ വീഴുന്നു. ഇണക്കിളി തലതല്ലി കരഞ്ഞ് വിലപിക്കുന്നത് കണ്ട് മഹാമുനിയുടെ നാവിൽ നിന്നും അറിയാതെ ശാപരൂപത്തിൽ ഒരു ശ്ലോകം പുറത്തു വന്നു. ലോകം കേട്ട ആദ്യത്തെ ശ്ലോകം: മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം. സ്നേഹം പങ്കുവെച്ചുകൊണ്ടിരുന്ന ഇണക്കിളികളിൽ ഒന്നിനെ കൊന്ന കാട്ടാള, നീ അധികം നാൾ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അധർമ്മം അധികം നാൾ തുടരുവാൻ പ്രപഞ്ചശക്തി ഇന്നേ വരെ ആരെയും അനുവദിച്ചിട്ടില്ല. ആ തത്വം തന്നെയാണ് മഹാമുനിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചത്. രാമായണ കഥാരംഭം കൂടിയായിരുന്നു ആ ശ്ലോകം. ബ്രഹ്മദേവൻ ഉടൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇതേ രീതിയിൽ നീ രാമായണ കഥ എഴുതണം. ക്രൗഞ്ചമിഥുനങ്ങളെന്ന് പറയുമ്പോൾ ശ്രീരാമനും സീതാദേവിയും അവരെ വേർപെടുത്തിയ രാക്ഷസ രാജാവേ, നിന്റെ കാലം അധികം നാൾ തുടരില്ല. ആ സംഭവത്തിൽ നിന്നും മഹർഷി ഇതിഹാസം രചിച്ചു. വാൽമീകി മഹർഷിയും ഈ രാമായണ കഥയിലെ ഒരു കഥാപാത്രമാണ്. തൻ്റെ ഉള്ളിൽ നടക്കുന്ന രാമായണം കണ്ട ആളാണ് വാൽമീകി മഹർഷി. രാമായണം എഴുതിയ വാൽമീകി തൻ്റെ ഉള്ളിലുള്ള ശ്രീരാമനെ, തൻ്റെ ഉള്ളിലുള്ള ലക്ഷ്മണനെ, തൻ്റെ ഉള്ളിലുള്ള സീതാദേവിയെ, തൻ്റെ ഉള്ളിലുള്ള രാവണനെ കണ്ടുകൊണ്ടാണ് എഴുതിയത്. തൻ്റെ ഉള്ളിലുള്ള രാവണനെ നിഗ്രഹിച്ചപ്പോഴാണ് രത്നാകരന് വാൽമീകിയാകാൻ കഴിഞ്ഞത്. രാമായണത്തിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് വേണം രാമായണം വായിക്കാൻ. രാവണനെപ്പോലെ അഹങ്കാരത്തിൻ്റെ തലകൾ ചുമക്കുന്നവരാണ് ലോകത്തിലധികവും. അത് തമസിൻ്റെ, അന്ധകാരത്തിൻ്റെ ലോകത്തിൽ അവസാനിക്കാത്ത ദുഃഖങ്ങൾക്ക് കാരണമാകും. അജ്ഞതയുടെ രാത്രിയിൽ അവസാനിക്കാത്ത ദുരിതങ്ങൾ പതിയിരിക്കുന്നു. ഇതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ജ്ഞാനസൂര്യൻ ഉദിക്കണം. ആ ജ്ഞാനസൂര്യോദയം ഉണ്ടാകുന്നത് സൂര്യവംശത്തിൽ രാമൻ പിറക്കുമ്പോഴാണ്. അത് പിറക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ശിലയായി കിടന്ന അഹല്യ
ശ്രീരാമപാദസ്പർശം കൊണ്ട് അതിസുന്ദരിയായ ദേവതയായി മാറി. ഒരു ശിലയുടെ കാത്തിരിപ്പ്, ക്ഷമ, അത് നമുക്കുണ്ടാകുന്ന സമയം നമ്മിലെ ദേവനോ ദേവതയോ പുറത്തു വരും. ഗുരുപാദസ്പർശം കൊണ്ട് മാത്രം. ഗുരുപാദസ്പർശം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ പാദം കൊണ്ടുള്ള സ്പർശമല്ല, സമർപ്പണം ഉണ്ടാകുന്ന നിമിഷം നമ്മിലെ ദിവ്യഗുണങ്ങളൊക്കെ പ്രകാശിക്കും. അതുവരെ അത് ഉറങ്ങിക്കിടക്കും. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം ഒരു ശില പോലെ തന്നെയാണ്. ആർക്കും പ്രയോജനപ്പെടാതെ പോകുന്ന ശില, അപമാനങ്ങൾ അധികം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ശില, ഒരു ചൈതന്യവും ഇല്ല എന്ന് തോന്നുന്ന, ഒരു കഴിവുകളും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശില പോലെ ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. അവൻ്റെ ദിവ്യഭാവങ്ങളെ ഉണർത്തുവാൻ ഒരു രാമപാദസ്പർശം വേണ്ടി വരുന്നു. ഗുരുവിൻ്റെ സ്നേഹസ്പർശം വേണ്ടി വരുന്നു. അതാണ് ഇന്ന് അമ്മ പകർന്നുകൊണ്ടിരിക്കുന്നത്.